എന്നും രാവിലെ ദേ ചെടിത്തോട്ടം നോക്കാൻ വേണ്ടി വരുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊല്ലാനുണ്ടാവും കേട്ടോ. മിക്ക ദിവസം ആഫ്രിക്കൻ ഒച്ചിനെയാണ് കൊല്ലാനുണ്ടാവാറ്. ഇന്ന് അതിനെ കണ്ടില്ല. അപ്പോൾ ഇന്ന് രണ്ട് പുഴുവിനെയാണ് കൊല്ലാൻ കിട്ടിയത്. പിന്നെ ദേ നമ്മുടെ താമരയിലും ഡാലിയയിലൊക്കെ പൂവുണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നേ. പിന്നെ ദേ ഇപ്പം മിറാക്കിൾ ഫ്രൂട്ടുമ്പോൾ കുറേ മിറാക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ കായ ആർക്കും വേണ്ട കേട്ടോ. പിന്നെ ദേ പതിവ് പോലെ ദേ മിറ്റടിയും തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് മിറ്റടിക്കാൻ പറ്റില്ലെങ്കിൽ ചില ആൾക്കാരെ മാസ് ഡയലോഗ് ഉണ്ട് കേട്ടോ. വീട് മുടിഞ്ഞോണം കിടക്കാണ്, മിറ്റടിക്കാണ്ട് വൃത്തിയില്ലാണ്ട് കിടക്കാണ്. അപ്പം ഇങ്ങനെ പറയണ ആൾക്കാർക്ക് ഞാൻ ഇടയ്ക്ക് വിചാരിക്കും അതങ്ങോട്ട് ചെയ്തുകൂടെയെന്ന്, ഈ പറയണ സമയം മതിയല്ലോന്ന്. മിറ്റടിക്കുന്ന സമയത്ത് ദേ നല്ലൊരു കരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ കാലാവസ്ഥ മാറി പെട്ടെന്ന് നല്ലോണം ഇരുട്ട് കുത്തിയൊരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മിറ്റടി ദേ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വേഗം ദേ അടക്കകളൊക്കെ പറക്കിയെടുക്കാണ്ട്. ഇനിയിപ്പോൾ ഈ കാറ്റത്ത് മിറ്റടിച്ചാലും നല്ലോണം ചവറ് വീഴും. അപ്പോൾ പിന്നെ ഇനി മഴയൊക്കെ ഒന്ന് മാറിയിട്ടും പിന്നെ മിറ്റടിക്കാന്ന് വെച്ച് അടയ്ക്ക പറക്കലിൻ്റെ പിന്നാലെ അത് നല്ലൊരു പെരുമഴയും കൂടി വന്നു കേട്ടാ. മഴ വന്നപ്പോൾ പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി പോയിട്ടാ. ഇനിയിപ്പോൾ മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മഴയൊക്കെ മാറി നല്ലൊരു വെയിൽ വന്നപ്പോൾ ബാക്കി അടയ്ക്ക ഞാൻ പറിച്ചെടുക്കാനിട്ടാ. ഇത് പറിക്കണതിൻ്റെ ഇടയ്ക്ക് കോലുമേത്തെ ആ ഒരു കമര പോലെ ഒരു സാധനം വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അപ്പോൾ ഒടിഞ്ഞു പോയി. അപ്പോൾ കുത്തി കുത്തി എടുത്തിട്ടാണ് പിന്നെ ഈ അടയ്ക്ക പറിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് അലക്കാനുള്ള പരിപാടിയാണ്. അലക്കണ സമയത്ത് വല്ല പാമ്പ് വന്ന് കടിച്ചാൽ പോലും നമ്മ അറിയില്ല കേട്ടാ. അമ്മാതിരി പുല്ല് കാട് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം രാവിലെ സമയം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് പുല്ല് ഇവിടെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. വൈകിട്ട് പുല്ല് പറിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊതുകിൻ്റെ ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് വൈകിട്ട് പുല്ല് പറിക്കൽ നടക്കണ കാര്യമല്ല. ഇനിയിപ്പോൾ ഈ പുല്ലൊക്കെ പറിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിങ്ങനെ കൊടുക്കാന്ന് വെച്ച്. മഴ ഇപ്പം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയില്ല. അങ്ങനെ അലക്കണ ഇതൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ വിരിച്ചിടുന്ന പരിപാടിയായിട്ടാ.